ഒരു ക്ലോക്കിലെ അടുത്തടുത്ത സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഈ കോണിൻ്റെ അളവ് എത്രയായിരിക്കും എന്ന് പരിശോധിക്കാം. നമുക്കറിയാം വൃത്തകേന്ദ്രത്തിലെ കോണ് 360 ഡിഗ്രിയാണ്. ഇവിടെ നമ്മുടെ ക്ലോക്കിലെ സംഖ്യകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അടയാളങ്ങൾ നമ്മുടെ ക്ലോക്കിനെ 12 ഭാഗങ്ങളായി തിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ക്ലോക്കിലെ അടുത്തടുത്ത സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന കോണ് 360നെ 12 കൊണ്ട് ഹരിക്കുക. ഈ കോണ് 30 ഡിഗ്രിയാണ്. ഈ ക്ലോക്കിൽ 1, 2 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന കോണ് 30 ഡിഗ്രിയാണ്. ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുന്നു. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ഇവിടെ നമുക്ക് ഈ ചിത്രം പരിശോധിക്കാം. 4, 8 എന്നീ സംഖ്യകൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കോണ് എത്രയാണ് എന്ന് നോക്കാം. 4, 8 എന്നീ സംഖ്യകൾക്കിടയിൽ ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കാം. 1, 2, 3, 4 4 ഭാഗങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം അടുത്തടുത്ത 2 സംഖ്യകൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് 30 ഡിഗ്രിയാണ്. 4, 8 എന്നീ സംഖ്യകൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന കോണ് 4 × 30 അതായത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ചിത്രത്തിൽ 1 എന്ന അക്കത്തിൽ ഉണ്ടാകുന്ന കോണ് എത്രയായിരിക്കും? ഇവിടെ കേന്ദ്ര കോണ് 120 ഡിഗ്രിയാണ് എങ്കിൽ മറുഭാഗത്തുള്ള കോണ് 60 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ 1, 8 എന്നീ സംഖ്യകൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ നമുക്ക് കേന്ദ്രത്തിൽ ലഭിക്കുന്ന കോണ് എത്രയായിരിക്കും? ഇവിടെ എത്ര ഭാഗങ്ങൾ വന്നിട്ടുണ്ട്? 1, 2, 3, 4, 5 5 ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് 5 × 30 അതായത് 150 ഡിഗ്രിയാണ്. കേന്ദ്ര കോണ് 150 ഡിഗ്രിയാണ് എങ്കിൽ മറുഭാഗത്തിൽ ഉണ്ടാക്കുന്ന കോണ് അതായത് 4 എന്ന അക്കത്തിൽ ഉണ്ടാക്കുന്ന കോണ് എത്രയായിരിക്കും? 150 ഡിഗ്രിയുടെ പകുതി അതായത് 75 ഡിഗ്രി. 4 എന്ന അക്കത്തിൽ ഉണ്ടാകുന്ന കോണ് 75 ഡിഗ്രിയും 1 എന്ന അക്കത്തിൽ ഉണ്ടാകുന്ന കോണ് 60 ഡിഗ്രിയുമാണ് എന്ന് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണ് എങ്കിൽ ഈ ത്രികോണത്തിലെ മൂന്നാമത്തെ കോണ് നമുക്ക് കണ്ടെത്താം. 8 എന്ന അക്കത്തിലെ കോണ് 45 ഡിഗ്രിയാണ്. സോ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തെ ആൻസർ കിട്ടി. ഈ ത്രികോണത്തിലെ കോണുകൾ 60 ഡിഗ്രി, 75 ഡിഗ്രി, 45 ഡിഗ്രി. ഈ ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗത്ത് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ക്ലോക്കിലുള്ള ഈ നമ്പേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ട് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു സമഭുജ ത്രികോണത്തിലെ കോണുകളെല്ലാം 60 ഡിഗ്രിയാണ്. ത്രികോണത്തിലെ കോണുകൾ 60 ഡിഗ്രിയാണ് എങ്കിൽ അവ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം സംഖ്യകളാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. നമ്മൾ 12 എന്ന സംഖ്യയും 4 എന്ന സംഖ്യയും തിരഞ്ഞെടുക്കുകയാണ് എന്ന് കരുതുക. 12, 4 എന്നീ സംഖ്യകൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് എത്രയായിരിക്കും? ഇവിടെ വൃത്തത്തിൻ്റെ 4 ഭാഗങ്ങൾ 4 × 30 അതായത് 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ 2 മൂലകൾ കിട്ടി. 12, 4. ഇനി അടുത്ത മൂല ഏതായിരിക്കും? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 അകലത്തിലുള്ള പോയിന്റ് നോക്കാം. 8. 12, 4, 8 എന്നീ അക്കങ്ങൾ യോജിപ്പിച്ച് ലഭിക്കുന്ന ത്രികോണം ഒരു സമഭുജ ത്രികോണം ആയിരിക്കും.
ഇതേ തരത്തിൽ മറ്റ് ഏതെല്ലാം അക്കങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് നോക്കാം. നമ്മൾ 1 എന്ന അക്കത്തിൽ തുടങ്ങിയാൽ കേന്ദ്രത്തിൽ 120 ഡിഗ്രി കിട്ടണമെങ്കിൽ 1നും 5നും ഇടയിൽ ഉള്ള ഭാഗം നമുക്ക് എടുക്കണം. അപ്പോൾ 1, 5. അടുത്തത് ഏത് നമ്പർ വരണം? ഇവിടെ നിന്ന് അടുത്ത 4 അകലത്തിൽ വരുന്നത് 9 ആണ്. 1, 5, 9 എന്നീ സംഖ്യകൾ തിരഞ്ഞെടുക്കാം. ഇതുപോലെ 2 ആണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ 2, 6, 10. അടുത്തതോ 3 ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 3, 7, 11. ഈ ജോഡി സംഖ്യകൾ യോജിപ്പിച്ചാൽ നമുക്ക് സമഭുജ ത്രികോണം ലഭിക്കും.